കായികപരമായ അധ്വാനത്തിനോടൊപ്പം അർപ്പണബോധവും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടെ തികഞ്ഞ അച്ചടക്കവും വേണ്ട ഒന്നാണ് ബോഡി ബിൽഡിംഗ് എന്നത്. ഇത് എളുപ്പം സ്വായത്തമാക്കാൻ പറ്റില്ല. ചിലപ്പോൾ മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ അധ്വാനം തന്നെ ആവശ്യമായി വന്നേക്കാം. 2024-25 വർഷത്തെ മിസ് കേരള ഗോൾഡ് മെഡലിസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. ജിമ്മിലെത്തി ഒരു വർഷം കൊണ്ടുതന്നെ വിവിധ മത്സരങ്ങളുടെ ഭാഗമാവുകയും 1-ാം സ്ഥാനം ഉൾപ്പെടെ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മിടുക്കി. കോച്ച് അനീഷിന്റെ മേൽനോട്ടത്തിൽ നിരവധി മെഡലുകളാണ് സയനോര കരസ്ഥമാക്കിയിട്ടുള്ളത്. 2024 ഹരിയാനയിൽ നടന്ന IBBF ഫിസിക്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടി. മിസ്റ്റർ ആൻഡ് മിസ് കണ്ണൂർ ജില്ലാ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായ സയനോര തികഞ്ഞ പരിശ്രമത്തിന്റെ ഫലമായി മിസ്റ്റർ ആൻഡ് മിസ് ഓൾ കേരള ഗോൾഡ് മെഡൽ കൂടി കരസ്ഥമാക്കി. 2024-25 വർഷത്തെ മിസ് കേരള ഗോൾഡ് മെഡലിസ്റ്റാണ് സയനോര. ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്ക് 20 വയസ്സ്. 20 വയസ്സ്. അപ്പം കണ്ണൂർ ജില്ലയിൽ ചാമ്പ്യൻഷിപ്പിലുണ്ടായിരുന്നു അല്ലേ? പിന്നെ നീന്തലും ഉണ്ട്, IBBF. എങ്ങനെയായിരുന്നു തുടക്കം? എത്ര വയസ്സിലാണ് തുടക്കം എന്ന് പറയുമ്പോൾ 1 ഇയർ ആവുന്നേ ഉള്ളൂ. ഇപ്പം എന്താ പറയുക, തടിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ജിമ്മിലേക്ക് കയറി വന്നത്. പിന്നെ വന്നപ്പം ഓട്ടോമാറ്റിക്കലി നല്ല ഒരു ട്രെയിനറെ കാണുമ്പം അവർ തരുന്ന അഡ്വാൻസൊക്കെ കേട്ട് ആ രീതിയിൽ ഇഷ്ടം കൂടി വന്ന് അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കൗട്ട് ടൈം, അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? വർക്കൗട്ട് ടൈം എന്ന് പറയുന്നത് ഞാൻ ഈവനിങ് ആണ് ചെയ്യാറ്. പിന്നെ കോമ്പറ്റീഷൻ അടുത്ത് വരുമ്പോൾ 2 ടൈംസ് ആയിട്ട് ചെയ്യും, മോർണിംഗ് ഈവനിങ് ആയിട്ട് ചെയ്യും. പിന്നെ ഡയറ്റ് പറയുന്ന പോലെ തന്നെ പ്രോട്ടീൻ ഫുഡാണ്. ഇപ്പോൾ കുറേ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടൊക്കെ വരും. അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം എന്താ പറയുക, നോർമലി ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് പോലെ അല്ലല്ലോ, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിലല്ലേ. അപ്പം അതിൻ്റെ ഒരു ഇതും ഉണ്ട്. അപ്പം എന്താ ചെയ്യുന്നത്? ഞാനിപ്പം ഡിഗ്രി ഫൈനൽ ഇയറാണ് ബ്രണ്ണൻ കോളേജിൽ. ഇപ്പോൾ കോളേജിൽ കുട്ടികളുടെ സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ട് തന്നെയാണ്, ഫ്രണ്ട്സ് ആയാലും എല്ലാവരും. ടീച്ചേഴ്സ് മത്സരം അവിടെ സ്വിമ്മിങ് സ്പോർട്സ് കോട്ടയാണ്. ഞാൻ സ്വിമ്മിങ് 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. കോളേജ് തലത്തിൽ സ്പോർട്സ് കോട്ടയിലെ താരമായതിനാൽ തന്നെ യൂണിവേഴ്സിറ്റി നീന്തൽ മത്സരങ്ങളിൽ 3 1-ാം സ്ഥാനം ഉൾപ്പെടെ മികച്ച പ്രകടനമാണ് സയനോര കാഴ്ചവെച്ചത്. തലശ്ശേരി കൊളശ്ശേരി സ്വദേശിയായ സയനോര സനിൽ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ BA ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ശരി, സ്വദേശിയാണല്ലേ. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, ഏട്ടൻ, പിന്നെ അമ്മമ്മയുണ്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ്. എന്താ പറയുക, ഇപ്പം എൻ്റെ ഇഷ്ടം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. അതെ. നമ്മളെ കോച്ചിനെ കുറിച്ചിട്ട് എന്താണ്? കോച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ വരുമ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു വുമൺ ആയതുകൊണ്ട് അതിനുള്ള ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. പക്ഷേ എങ്കിലും എന്താ പറയുക, ഒരു കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലത്തെത്തിയ പോലെ ഫീൽ ചെയ്തത് എനിക്ക് ഈ ഒരു കാലത്ത്. ഇത് എത്ര വെയിറ്റിൻ്റെയാണ് മത്സരം? വെയിറ്റ് അല്ല, എൻ്റെ ഹൈറ്റാണ് നോക്കുക. ഇതിൽ ഹൈറ്റാണ്. ഇത് മോഡൽ ഫിസിക്കാണ് ചെയ്യുന്നത്. എവിടെയൊക്കെ ആയിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായത്? കോമ്പറ്റീഷൻ ഹരിയാന ഞാൻ ചെയ്തിരുന്നു, പിന്നെ കണ്ണൂർ, കേരളം. പൊതുവേ ബോഡി ബിൽഡിങ് വെയിറ്റ് ആണ് പറയുന്ന കേൾക്കുക. ഇതെന്താ ഹൈറ്റ് എന്ന് പറയുന്നത്? ഇതെന്ന് വെച്ചാൽ ഇത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്, മോഡൽ ഫിസിക് എന്ന് പറയും. അപ്പം അതിൽ ഹൈറ്റാണ് മെയിനായിട്ട് മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. അപ്പം മത്സരിക്കാൻ വേറെ എവിടെ നിന്നൊക്കെ ആയിരുന്നു ആൾക്കാർ വന്നിരുന്നത്? എന്താ പറയുക, അത് ഇപ്പം ഹരിയാന ചെയ്ത സമയത്ത് അവിടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എത്ര പേരുണ്ടോ ടോട്ടൽ? ഞാൻ ചെയ്ത കാറ്റഗറിയിൽ ഒരു 10-12 ആൾക്കാരാണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു നിസ്സാര കളിയല്ല അല്ലേ? സനിൽകുമാർ ഗ്രീഷ്മ ദമ്പതികളുടെ മകളാണ് സയനോര. സാവരിയ, സാരംഗ് എന്നീ സഹോദരങ്ങൾ കൂടിയുണ്ട്. പ്രൈം 21 തലശ്ശേരി.